ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് അപ്പോഴത്തേയും പോലെ കോഴികളെ കുറിച്ചിട്ട് വീഡിയോ ഒന്നല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചെറിയ സന്തോഷം നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് വിളവെടുത്ത സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ഇനിയും ഉണ്ട് കണ്ടത്തിൽ. മൊത്തത്തിൽ പറിച്ചെടുത്താൽ മോശമായിട്ട് കാര്യമില്ലല്ലേ, അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് മാത്രമേ പറിച്ചെടുക്കലില്ലേ. എൻ്റെ ഈ ചാനലിൽ കൂടുതലും കാണുന്നത് കോഴികളെ വീഡിയോസ് അല്ലേ. അത് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പോറ്റിയെടുക്കുന്ന എൻ്റെ കുഞ്ഞു സന്തോഷങ്ങളാണ് കേട്ടോ അതെല്ലാം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ ഞാനിടുന്ന കൃഷികളെ വീഡിയോസ് ഉണ്ട്. നെൽകൃഷി ഇന്ത്യയോ അങ്ങനെ കുറച്ച് കൃഷികളെ. അങ്ങനെയുള്ള കൃഷി വീഡിയോസിൻ്റെ എല്ലാം ഒരേ ഒരു രാജാവാണ് എന്താ ഇവിടുന്ന് കൂലി വയ്ക്കുന്നത്. ഇത് കണ്ടത്തിൽ കൃഷി ചെയ്യുന്നതാണ്. ക്രോ ബാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, സാധാരണ മണ്ണിളക്കി കൃഷി ചെയ്യുന്നതാണ്. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുമല്ല, കുറച്ച് ദൂരെയായിട്ട് ഇതുപോലെ അത് നമ്മളെ വീടല്ലേ, അത് വേറൊരാളെ വീടാണ്. അപ്പോൾ അതുപോലെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടുള്ള സ്ഥലത്തായി കൃഷി നടക്കുന്നത്. അന്നേരം ഇവിടെ വെള്ളം നനക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കൂവൽ ഒഴിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇടത്തേക്കൊന്നും പൈപ്പ് കണക്ഷനോ കറണ്ട് കണക്ഷനോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഇത്ര നീട്ടത്തിലേക്ക് പൈപ്പ് ഇടാനും കഴിയില്ല. അപ്പോൾ പച്ചക്കറിക്ക് നനക്കേണ്ട വെള്ളമെല്ലാം ഇതുപോലെ കൂവൽ കുഴിച്ചിട്ടാണ് എടുക്കൽ. ഇപ്പോൾ കൂവൽ ഇത് മുമ്പേ കുഴിച്ച് വെച്ചതാണ്, ഇപ്പോഴത്തെ ഒന്നല്ല, കുറേ കാലം മുമ്പേയിലെ കൂവലാണ്. സാധാരണ മുമ്പെല്ലാം കൃഷി ചെയ്യുന്ന സമയത്ത് നെൽകൃഷിയാണെങ്കിൽ നെൽകൃഷീൻ്റെ സമയമാകുമ്പോഴത്തേക്ക് കൂവൽ മൂടും, എന്നിട്ട് അടുത്ത കൃഷി ചെയ്യും. വീണ്ടും പച്ചക്കറിയുടെ സമയമാകുമ്പോൾ വീണ്ടും കൂവലെടുക്കും, അങ്ങനെ ചെയ്യൽ. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ നെൽകൃഷി ചെയ്യാത്തൊരു സ്ഥലമാണ്. നമ്മൾ പച്ചക്കറി മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ കൂവലിപ്പം കുറേ കാലമായി മൂടലില്ല, അങ്ങനെ തന്നെ വെക്കലാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചളികോരി മാറ്റും. വെള്ളം നന്നായി കുറയുന്ന സമയത്ത് ചളികോരി മാറ്റിക്കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിക്കാൻ കിട്ടും. ഈ ഒരു വരിയിൽ കാണുന്നത് മുഴുവൻ പച്ചമുളകാണ് കേട്ടോ. ഒരുപാട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ അടുത്തുനിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഒരു മുളക് എന്താ അതിൻ്റെ അകത്ത് ഒറ്റൊരു മുളക് മാത്രം വെറൈറ്റി ആയി നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ടാണ്. ഒരു പൂ പോലെ ഷേപ്പിൽ. ഇങ്ങനത്തെ മുളകെല്ലാം ഞാൻ പീടിയിലെല്ലാം വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇത്രയും മുളകിൻ്റെ ഇടയ്ക്ക് ആ ഒറ്റ മുളക് അങ്ങനെ വന്നിട്ടില്ല. നെൽകൃഷിയിലായാലും പച്ചക്കറി കൃഷിയിലായാലും അച്ഛൻ്റെ ഒരു സഹായിയാണ് കേട്ടോ ഈ കാണുന്ന ആൾ. അമ്മമ്മ തന്നെ, വേറെ ആരുമല്ല. ഒരുപാട് മുളകുണ്ട് കായ്ച്ചു കിടക്കുന്നത്, പക്ഷേ എല്ലൊന്നും പറിക്കുന്നില്ല. അത്യാവശ്യം നല്ലോണം മൂപ്പത്തി വിൽക്കാൻ ആയി എന്ന് തോന്നുന്നത് മാത്രമേ പറിച്ചെടുക്കുന്നില്ല, ബാക്കിയെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നിലൊരു കൃഷി എന്ന് പറഞ്ഞാൽ മത്തനാണ് കേട്ടോ. മത്തനിൽ ഏകദേശം വിളഞ്ഞിട്ട് തന്നെ ഇല്ലത്, അല്ല നാളെ പറിക്കാമെന്നും പറഞ്ഞിട്ട് വെച്ചിട്ടായില്ലത്. ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള വിളവെടുപ്പെല്ലാം നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നാളത്തെ ആവശ്യത്തിന് വേണ്ടി നാളെ വിളവെടുക്കും, അങ്ങനെ ചെയ്യലേ. അപ്പോൾ ഇതാ കൈപ്പക്കയെല്ലാം ഉണ്ട്. കൈപ്പക്കയെല്ലാം മൂപ്പത്തണം അത്രേ, അല്ല ഇങ്ങനെ ചെറുത് അത്രേ. എല്ലാം വളർന്ന് വന്നിട്ട് ഇനി പറിക്കൂലൂ. അത് കൂടാണ്ട് ഈ കൈപ്പക്കയൊക്കെ എല്ലാത്തിനും കൂടിയിട്ട് ഒറ്റ പന്തലാണ് ഇട്ടത്, അല്ലെങ്കിൽ വേറെ സ്ഥലത്തിലായിട്ട് നടൽ. ഇപ്പം എല്ലാം കൂടെ ഒറ്റ സ്ഥലത്ത് അങ്ങനെ ഒറ്റക്ക് തന്നെ ഒരു പന്തലാക്കി അതിനകത്തേക്ക് തന്നെ എല്ലാം കയറ്റി വിട്ടിട്ടുള്ളത്. എനിക്ക് കൃഷിയെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഇതിനകത്തേക്ക് അങ്ങനെ കൈയെടുത്തലില്ല. ഇത് ഇവർ രണ്ടാളും മാത്രം ചെയ്തെടുക്കുന്നതാണ്. അവർക്ക് കഴിയുന്നില്ല എന്ന് കണ്ടാൽ മാത്രം വെള്ളമൊഴിക്കാൻ വേണ്ടി വരുന്നതേലും. ഇന്നും അങ്ങനെ വെള്ളമൊഴിക്കാൻ വേണ്ടി ഒരു ആവശ്യത്തിന് വന്നതാണ്. ഇതെല്ലാം കണ്ടരം വെച്ചൊന്ന് വീഡിയോ ചെയ്തേക്കാന്ന്, അങ്ങനെ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇവിടെയെല്ലാം വെള്ളരി ഉണ്ട്, ഒരുപാടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ടെല്ലാമായിട്ട് വെള്ളരി ഒരുപാട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ വള്ളീൻ്റെ ഉൾഭാഗത്തോട്ടെല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പം കാണുന്നില്ല എന്നേലും അതിൻ്റെ ഉള്ളിലെല്ലാം കണ്ടാവും. ഒന്നും രണ്ടെല്ലാമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തെല്ലാമായിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നട്ടിട്ടുള്ളത് പയറാണ് കേട്ടോ. തടത്തിലെല്ലാം ഉള്ളത് വെള്ളരി തന്നെയാണ്. പയറുണ്ട്, അതിൻ്റെ അപ്പുറം തന്നെ വെണ്ടയ്ക്കയുണ്ട്. പിന്നെ ഈ കണ്ടത്തിൽ കൂടാണ്ട് അപ്പുറത്ത് 2-3 കണ്ടുണ്ട്. അവിടെ തക്കാളിയും വഴുതനയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ആ കണ്ടത്തിൽ കിടക്കുന്നത്. അത് പിന്നെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള കണ്ടായതുകൊണ്ട് അവിടെ കൂവലൊന്നുമില്ല, വീട്ടിൽ തന്നെ വെള്ളം കൊണ്ട് ഒഴിക്കലും ആക്കലെല്ലാന്നേ. ഇതൊരു മുള്ളൻ കക്കിരിയാണ്, ഒരു മുള്ളു പോലെ ഉണ്ട് ഇതിൻ്റെ പുറമേ കൂടെ. ഇത് രണ്ടാമത്തെ പ്രാവശ്യം തോന്നുന്നു കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ടുണ്ടായത് നമുക്ക് എന്താ സംഭവം തന്നെ തരുന്നില്ല. പിന്നെ യൂട്യൂബിലെല്ലാം നോക്കിയാൽ മനസ്സിലായി മുള്ളു പോലെയില്ല കക്കിരിൻ്റെ തന്നെ ഒരു വെറൈറ്റി ടൈപ്പാണ്. ഈ കണ്ടത്തിലുണ്ട് കേട്ടോ പയറിൻ്റെ കൃഷി. ഇത് ചെറുങ്ങനെയുള്ള പയർ, അപ്പുറം കുറച്ചും കൂടെ വലിയങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് മീറ്റർ പയറാണ്, അപ്പുറം ചെറിയ പയറായുള്ളത്. ഇതിപ്പം മീറ്റർ പയറാണ്. ഇത് തൈ വാങ്ങിച്ച് നട്ടതാണ് കേട്ടോ. നമ്മളിവിടെ കൃഷി ചെയ്ത് കുറച്ച് ഭൂരിഭാഗം സാധനങ്ങളും പയ്യന്നൂരെല്ലാം പോയി തൈ വാങ്ങിച്ച് കൊണ്ടൊന്നും നട്ടിട്ടില്ലതാണേ. അപ്പോൾ ഇത് ഈ ബക്കറ്റിൽ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വിളവെടുപ്പ്. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി തോട്ടവും അതുപോലെ തന്നെ ഈ വിളവെടുപ്പെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ.